പിന്നെ ഒരു കാര്യം ഞാൻ യോജിക്കുന്നത്, ഷാറൂഖ് ഖാൻ ഡിസേർവ് ചെയ്തിരുന്ന ഒരു സമയങ്ങളിലുണ്ടായിരുന്നു. ആയിക്കോട്ടെ, ചന്ദേന്റെ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അന്നൊന്നും കിട്ടാതെയാണ് ഈ സമയത്ത്. പിന്നെ ഇതിന്റെ ഒരു കോമഡി ആയിട്ട് എടുത്തൊരു ട്രോള് കണ്ടിരുന്നു, അതും ഇതിന്റെ കൂടെ പറയാം. അതായത് 2004 സ്വദേശൻ കോർപ്പറേഷനാണ്, ഈ 3-4 കാലഘട്ടങ്ങൾ. അന്ന് ഷാറൂഖ് ഖാന്റെ ഒപ്പം മത്സരിച്ചിട്ട് അന്നത്തെ ഷാറൂഖ് ഖാന്റെ പെർഫോമൻസിനെ വെല്ലുന്ന പെർഫോമൻസ് ഒന്നും അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു നടന് അന്ന് കൊടുത്തു. അത് ഹം തും എന്ന് പറയുന്ന സിനിമയ്ക്ക്, സെയ്ഫ് അലി ഖാന്റെ. അന്ന് പറയുന്നത് കേട്ടത് സെയ്ഫ് അലി ഖാന്റെ അമ്മ അവരുടെ ഹോൾഡ് വെച്ചിട്ട്, എനിക്കിവിടെ അവര് ജൂറിയിലോ എന്തോ അവരൊരു ഹോൾഡ് വെച്ചിട്ടാണ് അന്നത് കിട്ടിയത് എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു പ്രമുഖ സംവിധായകന് ഒരു കോമാളിക്കാണ് അവാർഡ് കിട്ടിയെന്ന് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് സ്വദേശി വെച്ച് നോക്കുമ്പോൾ 2004-03 ആണെന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞ് അന്ന് ആ സ്വദേശിന്റെ സംവിധായകനാണ് ഇപ്പോഴത്തെ ഈ ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുത്ത ജൂറി. അപ്പൊ അദ്ദേഹം അന്നത്തെ പ്രതികാരം ഇന്ന് തീർത്തു എന്ന് തമാശ രൂപേണ പറഞ്ഞത്. അന്ന് ഷാറൂഖ് ഖാന് കൊടുക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഹം തുമ്മിനാണ് കിട്ടിയത്. ആ പ്രതികാരം തീർത്തു എന്നാണ് പറഞ്ഞത്. നമ്മള് ഈ പോട്ടെ, ഇനി മറ്റു കാര്യങ്ങൾ, കിട്ടിയ കാര്യങ്ങളുണ്ട്. വിജയരാഘവൻ, ഉർവശി. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ബെസ്റ്റ് ആക്ടർ വിജയരാഘവന്, ബെസ്റ്റ് ആക്ടർ ഉർവശിക്കും കൊടുക്കണമായിരുന്നു. അത് കാരണം ഈ ഷാറൂഖ് ഖാനെ മറ്റേ വിജയരാഘവന് വെച്ച് നോക്കുമ്പോൾ, പൃഥ്വിരാജ് അല്ല ഞാൻ പറഞ്ഞ, വിജയരാഘവന് വെച്ച് നോക്കുമ്പോൾ ഒരു ഏജ് വയസ്സും വിജയരാഘവൻ ആ ഒരു ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്തതും വെച്ച് നോക്കുമ്പോൾ എനിക്ക് വിജയരാഘവന്, പിന്നെ ഓഫ് കോഴ്സ് ഉർവശി കൊടുക്കണമായിരുന്നു എന്നുള്ളത് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊഴുക്കിന് കുറച്ചും കൂടി അവാർഡ്സ് കൊടുക്കാമായിരുന്നു. എനിക്കൊന്ന് ബെസ്റ്റ് മലയാളം സിനിമയായിരുന്നു തോന്നുന്നു ഉള്ളൊഴുക്ക്. പക്ഷെ ഉള്ളൊഴുക്കിന്റെ ഈ പറഞ്ഞ ഇപ്പൊ കേരള സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ ട്രെയിലർ കണ്ടു നോക്കുമ്പോൾ എന്തായാലും ഉറപ്പാണ് ഉള്ളൊഴുക്കാണ് ക്യാമറയിൽ കേരള സ്റ്റോറിയെക്കാട്ടും ബെസ്റ്റ്. ഡയറക്ഷൻ സൈഡ് എന്തായാലും ഉള്ളൊഴുക്ക് തന്നെയായിരിക്കും. അപ്പോൾ കേരള സ്റ്റോറിയുടെ ട്രെയിലർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് വെച്ച് ഞാൻ പറഞ്ഞു, ടെക്നിക്കൽ വൈസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഉള്ളൊഴുക്ക് തന്നെയാണ്, ബ്രില്യൻ സിനിമ തന്നെയായിരുന്നു ഉള്ളൊഴുക്ക്. അതിന് കുറച്ചും കൂടി അവാർഡ്സ് കൊടുക്കാമായിരുന്നു.